എന്റെ ഉണ്ടായത് 18 20 കയറ് ചെലവായി അങ്ങോട്ട് വയനാട്ടിലേക്ക്. പാവപ്പെട്ട മനുഷ്യൻ, അവന്റെ നെഞ്ചൂക്ക് കൊണ്ട് അധ്വാനിച്ച് ജീവിച്ചിരുന്ന മനുഷ്യൻ, അധ്വാനിക്കാൻ വേണ്ടി വിത്തിറക്കാൻ വേണ്ടി കടം വാങ്ങിയിരുന്ന മനുഷ്യർക്ക് വറുതിയുണ്ടായപ്പോൾ കടം തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. എന്റെ ചെയ്തത് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്ത് ബാങ്കുകൾക്ക് കൊടുത്തു, പലിശയുടെ ശതമാനത്തെ എഴുതിത്തള്ളാൻ. എന്നിട്ടും മൂലധനം ബാക്കിയാണ്, പലിശയും ബാക്കിയാണ്. ഇതെന്ത് മനുഷ്യ സ്നേഹമാണ് ജനങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കുകാർ പറയുന്നത് ഒരാൾ ഞങ്ങളുടെ പണം വാങ്ങിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് ധനം വാങ്ങിക്കൊണ്ടുപോയി ഒരു നിർദ്ദിഷ്ട കാലഘട്ടത്തിൽ കൈവശം വെച്ച ആ സീസണിൽ, അതുകൊണ്ട് അയാൾക്ക് ലാഭം കൊയ്യാമല്ലോ. സത്യത്തിൽ ഊഹാപോഹം, ലാഭം കൊയ്യാം. ഇനി അത് കമ്പോളത്തിൽ ഇറക്കിയാൽ തന്നെ ഇയാൾക്ക് ലാഭം കിട്ടുന്നതിൽ ഒരുറപ്പില്ല. എന്നാൽ പലിശ കൊടുക്കൽ ഉറപ്പുള്ള ലാഭം കിട്ടിയാൽ പലിശ കൊടുത്താൽ മതി എന്നാണെങ്കിൽ അത് മാന്യമായ മര്യാദയായിരുന്നു. അതുപോലില്ല. പലിശ ഉറപ്പാണ്, ലാഭം ഉറപ്പില്ല, കച്ചവടം ഉറപ്പില്ല, സീസൺ ഉറപ്പില്ല. എന്ത് വൃത്തികേടാണ്! വൃത്തികേടുകളുടെയും ആഭാസങ്ങളുടെയും മനുഷ്യദ്രോഹത്തിന്റെയും മുകളിൽ കെട്ടിയെടുക്കപ്പെട്ടതാണ് ഇന്നത്തെ ബാങ്കിങ് സംവിധാനങ്ങൾ. അത് അവസാനിപ്പിക്കാതെ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗാന്ധിജി സ്വപ്നം കണ്ട യഥാർത്ഥമായ ഇന്ത്യ രാജ്യത്തെ രാമരാജ്യമെന്ന്, ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ഗാന്ധിജി സ്വപ്നം കണ്ട ഒരു രാമരാജ്യത്തിന്റെ സംസ്ഥാപനം, അല്ലെങ്കിൽ പാവപ്പെട്ടവനിൽ നിന്ന് ഉദ്ധാനതയുണ്ടാകുന്ന യഥാർത്ഥ പഞ്ചായത്തി രാജ് കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന പാവപ്പെട്ട ജനങ്ങളുടെ ഉത്ഥാനത, അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായത് ഇന്നത്തെ ബാങ്കിങ് സിസ്റ്റങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഈ ധനം, ഞാൻ ഈ കടം കൊടുത്ത ധനം എന്റെ കൈവശമായിരുന്നുവെങ്കിൽ അതുകൊണ്ട് കച്ചവടം ചെയ്ത് എനിക്ക് ലാഭം ഉണ്ടാകാമായിരുന്നല്ലോ. ഞാൻ അയാൾക്ക് കൊടുത്തപ്പോൾ അതുകൊണ്ട് അയാൾ കച്ചവടം ചെയ്ത് അയാൾക്ക് ലാഭം ഉണ്ടാകാമല്ലോ. അതുകൊണ്ട് അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിലെങ്കിലും പകരമായി കൂടെ എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. വല്ലാത്ത അബദ്ധം തന്നെയാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇന്ന ഹാദൽ ഇൻതിഫാ അല്ലദീ തറക്തും ദകർതും അംറുൻ മൗഹൂമുൻ. നിങ്ങൾ ഈ പറയുന്നത് ഊഹാപോഹമാണ്. അയാൾക്ക് കച്ചവടം ചെയ്യാൻ കഴിയാതിരിക്കാം. കച്ചവടം നിർദ്ദിഷ്ട കാലഘട്ടത്തിനുള്ളിൽ ലാഭം നേടാതിരിക്കാം. ലാഭത്തിന് പകരം നഷ്ടവും നേടാം. രണ്ടു മുഖുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് പലിശ കൊടുക്കൽ ഉറപ്പായി കൊടുക്കേണ്ടതാണ്. എന്നാൽ കച്ചവടത്തിൽ ലാഭം ഒരു ഉറപ്പുമില്ല. ഒരിക്കലും ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെ ഉറപ്പുള്ളതിന്റെ മേൽ കൂട്ടിക്കെട്ടരുത്. അതുകൊണ്ട് തന്നെയാണ് നേരെ മറിച്ച് 10 രൂപ കൊടുത്ത് പേസ്റ്റ് വാങ്ങിയപ്പോൾ രണ്ടും യാഥാർത്ഥ്യമാണ്. 10 രൂപ സങ്കല്പമല്ല. സങ്കല്പിച്ചാൽ 10 രൂപ കൊടുത്ത് സങ്കല്പിച്ചാൽ കടക്കാരൻ പേസ്റ്റ് കൊടുക്കും, അത് സങ്കല്പമല്ല. അതേപോലെ തന്നെ ഈ പേസ്റ്റും സങ്കല്പമല്ല. 10 രൂപയാണ് കൊടുത്തപ്പോ അയാൾ പറഞ്ഞു, നീ സങ്കല്പിച്ചോ, ഞാൻ നിനക്ക് പേസ്റ്റ് തന്നിട്ടുണ്ട്, അടിച്ചിട്ട് പേസ്റ്റ് വാങ്ങൂല അയാളെ കയ്യിൽ നിന്ന്. രണ്ടും ഇത് ബാങ്കുകാർ പറയുന്ന സങ്കല്പമാണ്. മനുഷ്യര് ഈ പറയുന്നത് ആരാണ് ഈ ധനതത്വ ഈ ശാസ്ത്രങ്ങളൊക്കെ കെട്ടിപ്പടുത്തിട്ടുള്ളത്? ഇത് ജനദ്രോഹത്തിൽ നിന്നുണ്ടാക്കിയതാണ്. ഇത് അവസാനിപ്പിക്കാതെ മനുഷ്യർ ഈ സമൂഹത്തിന് നടുനിവർത്തി നിൽക്കുക സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ വലിയ വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന ലാഭം ആ ഉപഭോക്താവിന് കിട്ടാതിരിക്കാം. എന്നാൽ ഈ പലിശ വാങ്ങാനുള്ളത് ഉറപ്പുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് فتفويت المتيقن لأجل الأمر الموهوم لا ينفك عن نوع ضرر. ഇതൊരു ബുദ്ധിമുട്ടാക്കുന്ന പരിപാടിയാകുന്നു, ഇത് ദ്രോഹമാകുന്നു. ഒരു ഉറപ്പിന് പകരമാണെങ്കിൽ വേണ്ടില്ല. ഇതൊരു ഉറപ്പ് കേവലം ഊഹത്തിന്റെ പേരിലാണ്. ഒരു ഉറപ്പായ ധനം കൊടുക്കേണ്ടി വരുന്നത് ഒരു ഊഹത്തിന്റെ പേരിൽ മാത്രമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികൾ ചിന്തിക്കുക, വളരെ ആലോചിക്കണം. ലോകത്തെ ഏത് കച്ചവടമാണെങ്കിലും അത് മൈക്രോസോഫ്റ്റിന്റെ ചെയർമാനായ
ബിൽഗേറ്റ്സിന്റെ കച്ചവടമാണെങ്കിലും ആ കച്ചവടത്തിന് രണ്ടവസ്ഥയുണ്ട്. ലാഭവും ഉണ്ടാകാം, നഷ്ടവും ഉണ്ടാകാം. അതിന്റെ പിന്നിലാകട്ടെ ഈ ലാഭവും നഷ്ടവും പ്രതീക്ഷിക്കുന്ന ആ കച്ചവടം, അതിന്റെ പിന്നിൽ എന്തൊക്കെ ചെലവഴിക്കണം? ഒന്ന്, അയാളുടെ യോഗ്യത. രണ്ട്, അയാളുടെ സമയം. മൂന്നാമത്തെ അയാളുടെ അധ്വാനം, മൂലധനം. സത്യത്തിൽ കടം വാങ്ങിയതാണെങ്കിലും ഇത് ഇയാളുടെ ധനത്തിലേക്ക് മടങ്ങുന്നതാണല്ലോ. മൂലധനം അയാളുടേത് തന്നെയാണ് പ്രത്യക്ഷത്തിൽ, അടിസ്ഥാനപരമായി. ഇതൊക്കെ അയാൾക്ക് ചെലവഴിച്ചിട്ടും ലാഭമുറപ്പില്ല. ഒരാൾക്ക് ലാഭമുറപ്പുണ്ട്. ആർക്ക്? പലിശക്കാരന്. അവനൊരു പ്രശ്നമല്ല. യുദ്ധങ്ങളിൽ ആയുധം വാങ്ങാൻ വേണ്ടി ഒരു വലിയ രാജാവ്, ഒരു വലിയ പണക്കാരൻ, ആയുധങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരുണ്ടല്ലോ ലോകത്ത്. പല രാഷ്ട്രങ്ങളും ആയുധങ്ങൾ അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങാറുള്ളത്. വലിയ വലിയ വമ്പൻ ഇന്റർനാഷണൽ കച്ചവടക്കാർ. ആ കച്ചവടക്കാര് ആയുധങ്ങൾ കടം കൊടുക്കും. ആ ആയുധങ്ങൾ കടം കൊടുത്ത്, അല്ലെങ്കിൽ ആയുധം വാങ്ങാനുള്ള പണം കടം കൊടുക്കുന്ന ലോക ബാങ്കുകൾ, ആയുധം വാങ്ങിക്കൊണ്ടുപോകുന്ന ജനസമൂഹമാകട്ടെ യുദ്ധം ചെയ്ത് അവർ മരിച്ചിരിക്കും, അവർ നശിച്ചിരിക്കും, തീർന്നിരിക്കും. ഇയാൾക്കൊരു പ്രശ്നമല്ല. ഇയാൾക്ക് രാവും പകലും ഉണ്ടാകുന്നതിനനുസരിച്ച് അയാൾക്ക് സൂര്യനോട് വലിയ സ്നേഹമാണ്, ചന്ദ്രനോട് വലിയ സ്നേഹമാണ്. സൂര്യനും ചന്ദ്രനും ബാക്കിയുണ്ടെങ്കിൽ ലാഭം ഇയാൾക്ക് ഉറപ്പ്. അയാൾക്ക് മാത്രം ലാഭം ഉറപ്പ്. ഇയാളെ സൂര്യചന്ദ്രനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇയാളെ കച്ചവടം. ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി, രാജ്യങ്ങൾ മരിച്ചുപോയി, സംസ്കാരങ്ങൾ തകർന്നു പോയി, ഭാര്യമാർക്ക്, പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയി, മക്കൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി, എല്ലാം കഴിഞ്ഞു. എന്നാൽ ഇത് പണം കടം കൊടുത്ത ധനാഠ്യനാകട്ടെ അവൻ തിന്ന് കൊഴുത്ത് ജീവിക്കുകയാണ്. അവന് സത്യത്തിൽ എത്ര ഭീമമായ അബദ്ധമാണ് ഈ പറയുന്നത്. ഒരു കമ്പനി, ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു പ്രൊഡക്റ്റ് തുടങ്ങുന്ന ഒരു കമ്പനി, ആ കമ്പനി ഒരാളിൽ നിന്ന് 1 കോടി രൂപ, ഒരു ബാങ്കിൽ നിന്ന് 1 കോടി രൂപ ലാഭം വാങ്ങുന്നു, കടം വാങ്ങുന്നു എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ കടം കൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിർദ്ദിഷ്ട ഓരോ മാസാമാസവും ഈ 1 കോടി രൂപക്ക് ഇത്ര രൂപ, ഒരു നിർദ്ദിഷ്ടമായ കണക്ക് വെച്ചിട്ട് ആ കണം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 25,000 രൂപ മാസാന്തം അതിന്റെ പലിശ എന്ന് വെക്കുന്നു. സത്യത്തിൽ ഈ കമ്പനിക്ക് ആ കച്ചവടം കൊണ്ട് ലാഭമുണ്ടാകാം, ഉൽപ്പന്നങ്ങൾ ചെലവാകാം. ഉൽപ്പന്നങ്ങൾ പലപ്പോഴും സീസണല്ലാതെ വന്നാൽ കെട്ടിക്കിടക്കാം. ഉൽപ്പന്നങ്ങളെക്കാൾ മികക്കുന്ന മറ്റുൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വന്നാൽ ഇത് പറ്റേ തള്ളപ്പെട്ടിരിക്കാം. എന്നാലും മറ്റേയാൾക്ക് പ്രശ്നമില്ല, അയാൾക്ക് അത് വന്നുകൊണ്ടേയിരിക്കണം. ഇതാണ്, ഒരിക്കലും റിബ പാടില്ല. അതുകൊണ്ടാണ് കച്ചവടവും ഇതും ഒന്നല്ല. കച്ചവടവും റിബയും ഒന്നല്ല. കച്ചവടത്തിന്റെ 2 ഭാഗത്തും യഖീനാണ്. ഇതിന്റെ ഒരു ഭാഗത്ത് യഖീനും ഒരു ഭാഗത്ത് വഹുമുമാണ്. നിങ്ങൾ ചിന്തിക്കണം, വളരെ മനസ്സിലാക്കണം, വ്യത്യാസം മനസ്സിലാക്കണം. കച്ചവടത്തിന്റെ 2 ഭാഗത്തും യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. പലിശ അങ്ങനെയല്ല, അയാഥാർത്ഥ്യത്തോട് ബന്ധപ്പെടുത്തിയിരിക്കുക, ഒരുറപ്പില്ലാത്ത കേവലം ഊഹങ്ങളോട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് മാത്രമല്ല ഇസ്ലാമിക ആദർശമനുസരിച്ച് ഏതൊരു മനുഷ്യനും അധ്വാനിയാകണം. പലിശ മനുഷ്യരെ അധ്വാനിയല്ലാതാക്കും. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ലോകം മര്യാദയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ഏർപ്പാടുകൾ നടക്കണം, ഈ മനോഹരമായ പ്രവർത്തനങ്ങൾ നടത്തണം. എന്നാൽ ഒരാള് മക്കാസിബ്, അധ്വാനം കൊണ്ടും തൊഴിൽ കൊണ്ടും ലാഭം ലഭിക്കണമെങ്കിൽ അധ്വാനിക്കണമല്ലോ. നേരെ മറിച്ച് പലിശക്കാരൻ അധ്വാനമില്ല, അവൻ അധ്വാനിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അധ്വാനിക്കാത്ത ഒരു സൊസൈറ്റിയുടെ സംസ്ഥാപനം കൂടി പലിശയിൽ വരുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സിദ്ധാന്തിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഹറമ റിബ മിൻ ഹൈസു ഇന്നഹു റിബ യംനഉ الناس عن الاشتغال بالمكاسب. തൊഴിലിന് പോകുന്നതിന് തൊട്ട് മനുഷ്യരെ തടയുന്ന കാര്യമാണ് എന്ത്? പലിശ. അവന് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലും ബന്ധപ്പെടില്ല. അവന്റെ ബന്ധപ്പെടൽ എന്തുകൊണ്ട് മാത്രമായിരിക്കും? പലിശയോട്, പൈസയോട് മാത്രം. നോക്കൂ, വളരെ ചിന്തിക്കണം. ബാങ്കിനെ പറ്റിയാണ് ഈ പറയുന്നത്. പൈസ കൊടുത്താൽ തന്നെ നേട്ടം ലഭിക്കുമെങ്കിൽ അധ്വാനത്തിൽ അത് മുതലിറക്കാൻ അവൻ തയ്യാറാവില്ല. ആരെപ്പോലെ? ബാങ്കിനെ പോലെ. ബാങ്കിന്റെ കയ്യിൽ പൈസയുണ്ട്,
ബാങ്ക് പൈസ കൊടുത്ത് പൈസ നേടുകയാണ്. എന്നാൽ ഈ പൈസയുടെ കോടിക്കണക്കായ രൂപ ഒരു ദിവസം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് ഇത് ഇഷ്ടിഗാലും ബിൽ മക്കാസിബ് അഥവാ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയതാണെങ്കിൽ അതിന്റെ പിന്നിൽ ആയിരക്കണക്കായ ആളുകൾക്ക് തൊഴിലുണ്ടാകും പ്രത്യക്ഷമായി തന്നെ. എന്നാൽ 3-4 ആളുകളും ഒരു കമ്പ്യൂട്ടറും ഉണ്ടായാൽ ഒരു ഫൈനാൻസിന്റെ കാര്യം നടന്നു. എത്ര രൂപ നടക്കുന്നുണ്ട് അവിടെ? കോടിക്കണക്കായ രൂപ ദിനേന വന്നു പോകുന്നു. തൊഴിലെടുക്കാതെ തന്നെ ആളുകൾക്ക് നേടാവുന്ന